വെൽക്കം ടു സ്റ്റോറി ബങ്ക്. സംസ്ഥാന നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, വോട്ടെണ്ണൽ കഴിഞ്ഞു. ഭരണത്തിലിരുന്ന 10 വർഷമായി ഭരണത്തിലിരുന്ന LDF വലിയ പരാജയം ഏറ്റുവാങ്ങിയിരിക്കുന്നു. 35 സീറ്റിലേക്ക് LDF ചുരുങ്ങിയിരിക്കുന്നു. 102 സീറ്റുമായി UDF അധികാരത്തിലേക്ക് വരുന്നു. അക്കാര്യങ്ങൾ അവിടെ നിൽക്കട്ടെ. കഴിഞ്ഞ 10 വർഷമായി മുഖ്യമന്ത്രി സ്ഥാനം അലങ്കരിക്കുന്ന 998 മുതൽ എടുത്തു കഴിഞ്ഞാൽ ഏതാണ്ട് 3 പതിറ്റാണ്ടായി കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്ന പിണറായി വിജയൻ എന്ന് പറയുന്ന വലിയ നേതാവ്, അദ്ദേഹത്തിൻ്റെ കൂടെ പരാജയമായി ഈ തെരഞ്ഞെടുപ്പിലെ LDFൻ്റെ പരാജയം വിലയിരുത്തപ്പെടുന്നുണ്ട്. പിണറായി വിജയൻ്റെ രാഷ്ട്രീയ ജീവിതം ഏതാണ്ട് അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുമ്പോഴാണ് അദ്ദേഹത്തിന് വലിയ പരാജയം നേരിടേണ്ടി വരുന്നത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തെ മുൻനിർത്തിയാണ് LDF വലിയ വിജയം നേടിയത്. 2016 കൂടുതൽ സീറ്റുകൾ നേടിക്കൊണ്ട് LDF അധികാരത്തിൽ വരുമ്പോൾ പിണറായി വിജയനായിരുന്നു അതിൻ്റെ പോസ്റ്റർ ബോയ് എന്ന് നമുക്ക് പറയാം. 2026 വരുമ്പോൾ പിണറായി 3.0 മറ്റാരുണ്ട് LDF അല്ലാതെ എന്ന് ചോദിക്കുമ്പോൾ പിണറായി വിജയൻ്റെ മുഖം മാത്രമായിരുന്നു LDF പ്രചാരണായുധമാക്കിയത്. ആ പ്രചാരണായുധം പക്ഷേ 2026 പരാജയപ്പെടുന്ന കാഴ്ച നമ്മൾ കണ്ടു. നമ്മളിപ്പോൾ സംസാരിക്കുന്നത് പിണറായി വിജയൻ എന്ന നേതാവിൻ്റെ വിജയ പരാജയങ്ങളെക്കുറിച്ചാണ്. രാഷ്ട്രീയ ജീവിതത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിലെ പരാജയം അദ്ദേഹത്തിൻ്റേത് മാത്രമാണോ എന്നുള്ളത് കൂടിയാണ് നമ്മൾ സംസാരിക്കുന്നത്. ബഷീർ, നമ്മൾ ഈ സമയത്ത് സംസാരിക്കുമ്പോൾ 2026 LDFൻ്റെ പരാജയം, CPMൻ്റെ വലിയ പരാജയം, അതൊരു പക്ഷേ പിണറായി വിജയൻ എന്ന ഒറ്റ നേതാവിൽ മാത്രം കേന്ദ്രീകരിക്കും എന്നുള്ളൊരു സ്ഥിതിയുണ്ടോ? ഞാനതിനെ ഈ ഒരു തെരഞ്ഞെടുപ്പ് മാത്രമായി അല്ല കാണുന്നത്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ അന്തിമ ഫലത്തിലേക്ക് രാഷ്ട്രീയ സാഹചര്യം എത്തിപ്പെടുകയാണ് ചെയ്തത്. CPIMനെ സംബന്ധിച്ച് അൺപ്രസിഡൻറ്റഡാണ് ഈ സാഹചര്യം. CPIMൻ്റെ ചരിത്രത്തിൽ അതിൻ്റെ പിളർപ്പിന് ശേഷം, അല്ലെങ്കിൽ CPIM ഉണ്ടായതിന് ശേഷം യഥാർത്ഥത്തിൽ ഗൗരിയമ്മ പോയിട്ടുണ്ട്, MV രാഘവൻ പോയിട്ടുണ്ട്. പക്ഷേ പാർട്ടിക്കകത്തു നിന്നൊരു തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇറങ്ങി വന്ന് 3 പേർ മത്സരിച്ച് വിജയിച്ച് ഈ മുന്നണിയെയും ഈ പാർട്ടിയെയും പരാജയപ്പെടുത്തി തിരുത്തൂ എന്ന് പറയുന്ന അവസ്ഥ, തിരുത്താനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് എന്ന് പറയുന്ന അവസ്ഥ, ജനം അവരോടൊപ്പം നിന്ന് പാർട്ടിയെ തിരുത്താൻ നിർബന്ധിതമാക്കുന്ന അവസ്ഥ ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പിണറായി വിജയൻ CPMൻ്റെ ചരിത്രത്തിൽ ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. കാരണം വെച്ചാൽ ഇപ്പോൾ ബഷീർ തന്നെ നേരത്തെ പറഞ്ഞ 2 പേരുകൾ, ഒന്ന് KR ഗൗരിയമ്മ, 2 MV രാഘവൻ. അതിൻ്റെ ക്രോണോളജിക്കൽ ഓർഡർ ഒരു പക്ഷേ വ്യത്യസ്തമായിരിക്കാം, തിരിച്ചായിരിക്കാം. ആദ്യം MV രാഘവനും പിന്നീട് KR ഗൗരിയമ്മ. പക്ഷേ ആ വലിപ്പത്തിലുള്ള 2 നേതാക്കൾ പുറത്തേക്ക് പോയ കാലത്തൊന്നും ഇല്ലാത്ത വിധത്തിൽ അത്രയും വലിപ്പമില്ലാത്ത നേതാക്കൾ പുറത്തേക്ക് വന്ന് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് CPMനെയും LDFനെയും വെല്ലുവിളിച്ച് മത്സരിച്ച് ജയിക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. യഥാർത്ഥത്തിൽ ഈ തോൽവിക്ക് എന്താണ് കാരണം? ഈ ഒരു തോൽവി മാത്രമായി ഇതിനെ കാണാതിരിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ തോൽവിയുടെ കാരണം എന്താണ് എന്ന് മനസ്സിലാവുന്നത്. ഞാനിതിനെ ഈ 30 വർഷത്തെ അല്ലെങ്കിൽ 28 വർഷത്തെ 1998 മുതലുള്ള ഈ 3 പതിറ്റാണ്ടിനടുത്ത കാലത്തെ ഒന്നിച്ചെടുക്കണം. നായനാർ സർക്കാരിൻ്റെ പകുതിയിൽ വെച്ചാണ് പിണറായി വിജയൻ മന്ത്രിസഭാംഗത്വം രാജിവെച്ച് പാർട്ടി സെക്രട്ടറി ആകുന്നത്. VS അച്യുതാനന്ദൻ്റെ അനുഗ്രഹ ആശീസ്സുകളോടുകൂടി അദ്ദേഹത്തിൻ്റെ ഒരു ചോയ്സ് എന്ന മട്ടിലാണ് അദ്ദേഹം പാർട്ടിയുടെ സെക്രട്ടറി സ്ഥാനത്തേക്ക് വരുന്നത്. അതിനുശേഷം നായനാർ സർക്കാരിൻ്റെ കുറഞ്ഞ കാലമുണ്ടായിരുന്നു, പിന്നീട് പ്രതിപക്ഷത്തായിരുന്നു. 2006 EMS സർക്കാരിൻ്റെ 50-ാം വർഷത്തിൽ അതുവരെയുള്ള ഇടതുപക്ഷത്തിൻ്റെ പെർഫോമൻസിൽ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷവുമായി VS സർക്കാർ അധികാരത്തിൽ വരുന്നു. 11 വരെ ആ സർക്കാർ അധികാരത്തിലിരുന്ന് പോകുന്നു. 2016 വീണ്ടും VSൻ്റെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. VS ആയിരുന്നു പോസ്റ്റർ ബോയ് 2016. VSനോടൊപ്പം പിണറായി വിജയൻ ഉൾപ്പെടെ എല്ലാ സ്ഥാനാർത്ഥികളും പോസ്റ്ററിൽ പേര് വെച്ച് അല്ലെങ്കിൽ ഫോട്ടോ വെച്ച് ആണ് ആ ക്യാമ്പയിൻ നേരിട്ടത്. 92ാമത്തെ വയസ്സിൽ VS നടത്തിയ ആ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനിൽ അദ്ദേഹത്തിന് വേണ്ടി ചെയ്ത വോട്ടാണത്. ആ വോട്ടിന് ശേഷം പുതിയ സർക്കാർ അധികാരത്തിൽ വരുന്നു. 6 മാസത്തേക്കോ 1 വർഷത്തേക്കോ എങ്കിലും VSനെ മുഖ്യമന്ത്രിയാക്കും എന്ന് പ്രതീക്ഷിച്ചവരുണ്ടായിരുന്നു. പക്ഷേ ബംഗാളിലെ പരാജയത്തോടു കൂടി പാർട്ടിക്കകത്ത് അങ്ങനെ ഒരു ചർച്ച പോലും ഓപ്പൺ ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രിയാവുകയാണ് ചെയ്തത്. യഥാർത്ഥത്തിൽ VSനടിച്ച ലോട്ടറി മോഷ്ടിച്ച് മാറ്റി മുഖ്യമന്ത്രിയായി എന്ന് ചിലർ അക്കാലത്ത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ പിണറായി വിജയനെ ഏതെങ്കിലും ഒരു കാലത്ത് ജനം അവരുടെ ഒരു രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ
അടിത്തട്ടിൽ നിന്ന് ജനത്തിൻ്റെ പിന്തുണയോടുകൂടി പിണറായി വിജയൻ വിജയിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് ഉത്തരം. 2021 നമ്മുടെ രാഷ്ട്രീയ ചരിത്രവുമായി ചേർത്ത് വെക്കാൻ പറ്റാത്തൊരു ക്രൈസിസ് കാലഘട്ടമായിരുന്നു. വലിയ പ്രളയങ്ങൾക്ക് ശേഷം കോവിഡ് മഹാമാരിയുടെ അന്തരീക്ഷം നിലനിൽക്കുമ്പോൾ യഥാർത്ഥത്തിൽ 2021 തെരഞ്ഞെടുപ്പ് വിജയം കഴിഞ്ഞ് ആ ദിവസം പിണറായി വിജയൻ നടത്തിയ വാർത്താ സമ്മേളനത്തിൻ്റെ ഓപ്പണിംഗ് പോർഷൻ കോവിഡിനെ കുറിച്ചായിരുന്നു, തെരഞ്ഞെടുപ്പിനെ കുറിച്ചായിരുന്നില്ല. എന്ന് പറഞ്ഞാൽ കോവിഡിൻ്റെ മധ്യത്തിൽ വെച്ചാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. ഒരു തരത്തിലും നിലനിൽക്കുന്ന ഒരു സംവിധാനത്തെ അപ്സെറ്റ് ആക്കരുത് എന്ന് ജനത്തിന് നിർബന്ധമുണ്ടായിരുന്നു. ഒരു പുതിയ സർക്കാരിനെ തിരഞ്ഞെടുക്കുക എന്നതിനേക്കാൾ നിലവിലുള്ള ഒരു സംവിധാനം റൺ ചെയ്തു പോകട്ടെ എന്ന് തീരുമാനിക്കുക മാത്രമാണ് അന്ന് ജനങ്ങൾ ചെയ്തത്. ചുരുക്കി പറഞ്ഞാൽ ഒരു വലിയ പോപ്പുലർ മണ്ടേറ്റ് ഏതെങ്കിലും കാലത്ത് പിണറായി വിജയന് കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു പോപ്പുലർ മാൻഡേറ്റ് കിട്ടിയിട്ടില്ല. എന്നാൽ പാർട്ടിക്കകത്ത് വലിയ തോതിലുള്ള അധികാര കേന്ദ്രമായി പിണറായി വിജയൻ മാറിയിട്ടുണ്ട്. അത് 98 മുതൽ ഇങ്ങോട്ട് വളർന്നു വന്ന് 2006 അദ്ദേഹം പാർട്ടി സെക്രട്ടറി എന്ന നിലയിൽ VS സർക്കാരിനെ നിയന്ത്രിച്ചു. 2016 അദ്ദേഹം മുഖ്യമന്ത്രിയായപ്പോൾ അതിനുശേഷം 10 വർഷം മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം പാർട്ടിയെ നിയന്ത്രിച്ചു. ഇതൊരിക്കലും CPIM-ൽ ഉണ്ടാവാത്ത കാര്യമാണ്. ഈ ഒരു വ്യക്തിയിലേക്ക് കേന്ദ്രീകരിക്കുക, പാർട്ടി സെക്രട്ടറിക്കോ അല്ലെങ്കിൽ AKG സെൻറ്ററിനോ നിയന്ത്രണമില്ലാത്തൊരു ഗവൺമെൻറ് സാധാരണഗതിയിൽ CPIM-ൽ ഉണ്ടാവില്ല. പക്ഷേ പിണറായി വിജയൻ്റെ കാലത്ത് പാർട്ടി സെക്രട്ടറി എന്നതും പാർട്ടിയും അദ്ദേഹത്തിൻ്റെ നിഴലിലായിത്തീർന്നു. ഈ പശ്ചാത്തലമെല്ലാം വെച്ച് നോക്കുമ്പോൾ പിണറായി വിജയൻ യഥാർത്ഥത്തിൽ പാർട്ടിക്ക് അവസാന കാലത്ത് ഈ വന്ന പരാജയത്തിൻ്റെ സിംഗിൾ ഉത്തരവാദിയാണ് എന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ അദ്ദേഹം ഉണ്ടാക്കിയതാണ് ഈ അന്തരീക്ഷം എന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഈ അന്തരീക്ഷം, ഈ പാർട്ടി സംവിധാനം, പാർട്ടിയിലെ ഇപ്പോഴത്തെ ഘടന എല്ലാം. ഇപ്പോൾ ബഷീർ പറഞ്ഞതിനകത്ത് എനിക്ക് 2 അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഒന്ന്, ഇപ്പോൾ 2016 നിയമസഭാ തെരഞ്ഞെടുപ്പ്, അന്ന് VS അച്യുതാനന്ദൻ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്നു. VS അച്യുതാനന്ദൻ്റെ ചിത്രം വെച്ചിട്ടാണ് പോസ്റ്ററുകൾ അടിച്ചത്. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. പക്ഷേ എങ്കിൽ പോലും 2016 മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാവുക അല്ലെങ്കിൽ മുഖ്യമന്ത്രിയായി LDF അധികാരത്തിൽ വന്നാൽ മുഖ്യമന്ത്രിയാവുക VS അച്യുതാനന്ദനായിരിക്കും എന്ന് ഒരു പക്ഷേ ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അന്ന് സ്വാഭാവികമായ ചോയ്സ് പിണറായി വിജയൻ തന്നെയായിരുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം 2011-16 കാലം, അതായത് ഉമ്മൻചാണ്ടി സർക്കാർ ഭരിച്ച കാലത്ത് അതിനിടയിൽ പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം ചേരുകയും ആ സംസ്ഥാന സമ്മേളനത്തിൽ പിണറായി വിജയൻ സ്റ്റേറ്റ് സെക്രട്ടറി സ്ഥാനം ഒഴിയുകയും കോടിയേരി ബാലകൃഷ്ണൻ ആ സ്ഥാനം ഏറ്റെടുക്കുകയും ചെയ്തു. അതിനുശേഷം പോളിറ്റ് ബ്യൂറോ മെമ്പറായി അദ്ദേഹം തുടരുന്നു. അതിനുശേഷമുള്ള തെരഞ്ഞെടുപ്പിൽ പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് മത്സരിച്ച ഏക വ്യക്തി പിണറായി വിജയനായിരുന്നു. VS അച്യുതാനന്ദൻ എന്ന കേന്ദ്ര കമ്മിറ്റി അംഗം മാത്രമായിരുന്നു. അപ്പോൾ സ്വാഭാവികമായും പാർട്ടിയെ സംബന്ധിച്ചും മുന്നണിയെ സംബന്ധിച്ചും ഒരു ചോയ്സ്, മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള ചോയ്സ് എന്ന് പറയുന്ന ആ തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായും പിണറായി വിജയൻ തന്നെയാണ്, അതിലൊരു തർക്കമില്ല. അതിനുശേഷം 2021 വരുമ്പോൾ ഈ പറയുന്ന ക്രൈസിസ് കാലഘട്ടം എന്നുള്ളതൊരു പ്രശ്നമാണ്. അതായത് 2018 പ്രളയം, 2019 ആവർത്തിക്കുന്ന പ്രളയം, അതിനു മുമ്പുണ്ടായ ഓഖി, പിന്നീട് വന്ന കോവിഡ്, അങ്ങനെ നിരവധിയായ ക്രൈസിസ് മൊമെൻറ്റുകൾ പിണറായി വിജയൻ്റെ ഭരണകാലത്തുണ്ടായി. 2016 മുതൽ 2021 കാലം വരെ അതിൻ്റെ ഒരു തുടർച്ച ജനം ആഗ്രഹിച്ചു എന്നുള്ളത് ശരിയാണ്. അതായത് ഒരു ക്രൈസിസ് ഘട്ടത്തിൽ ഒരു ഭരണമാറ്റം എന്നുള്ളത് ജനം ആഗ്രഹിച്ചിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ്. പക്ഷേ എങ്കിൽ പോലും ആ ക്രൈസിസ് കാലത്ത് പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി, അത് 2018 പ്രളയമാണെങ്കിലും 2019 പ്രളയമാണെങ്കിലും പിന്നീടുള്ള കോവിഡ് കാലഘട്ടമാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരു ലീഡർഷിപ്പ് എന്ന് പറയുന്നത് വളരെ എവിഡൻ്റായി നമ്മളുടെ മുമ്പിൽ ഉണ്ടായിരുന്നു എന്നുള്ളതൊരു വസ്തുതയാണ്. ഇപ്പോൾ നമ്മളൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ കോവിഡ് കാലത്തെ വാർത്താ സമ്മേളനങ്ങൾ ഞാൻ ഉപേക്ഷിക്കുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ അതൊരു പ്രൊപ്പഗാൻഡ മെക്കാനിസത്തിൻ്റെ ഭാഗമായിരുന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ അങ്ങനെ തന്നെയാണ് എന്ന് നമ്മൾ വിശ്വസിക്കുക. 100% അതൊരു പ്രൊപ്പഗാൻഡ മെക്കാനിസത്തിൻ്റെ ഭാഗമായിരുന്നു കോവിഡ് കാലത്തെ വാർത്താ സമ്മേളനങ്ങൾ എന്ന് നമുക്ക് നിശ്ചയമായും നമ്മൾക്ക് കരുതാം. പക്ഷേ അങ്ങനെ ആയിരുന്നില്ല 2018 പ്രളയകാലത്തെ വാർത്താ സമ്മേളനങ്ങൾ. അതൊരു വളരെ ചെറിയ കാലത്തെ മാത്രം സംഭവ വികാസങ്ങളായിരുന്നു. പക്ഷേ ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ അദ്ദേഹം ജനങ്ങൾക്ക് കൊടുത്ത ഒരു വലിയ പ്രതീക്ഷയുടെയോ ഒരു അതിജീവനത്തിൻ്റെയോ ഒക്കെ ഒരു വലിയ എന്താ പറയുക, നമ്മളൊരു വലിയ ക്രൈസിസിൽ പെട്ട് നിൽക്കുമ്പോൾ ഒരു ലീഡർഷിപ്പ് എന്നുള്ള നിലയിൽ നമ്മളുടെ മുമ്പിൽ അദ്ദേഹം നിന്നിരുന്നു എന്നുള്ളത് നമുക്ക് മറക്കാൻ കഴിയില്ല. ജനങ്ങളുടെ മുമ്പിൽ മാത്രമല്ല, യഥാർത്ഥത്തിൽ പാർട്ടിക്കകത്തും ഒരു ലീഡർ എന്ന നിലയിൽ അദ്ദേഹം പൊസിഷൻ ചെയ്തു. ഞാൻ പറയുന്നത് ആ പൊസിഷനിങ്ങളിലെ അപകടാവസ്ഥയാണ്. അങ്ങനെ പൊസിഷൻ ചെയ്തതിൻ്റെ ദുരിത ഫലമാണ് ഇപ്പോൾ അനുഭവിക്കുന്നത് എന്നാണ്. ഇപ്പോൾ
2006-ലും 2011-ലും 2016-ലുമുള്ള മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികൾ രാജീവ് പറഞ്ഞല്ലോ. 2016-ൽ പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് മത്സരിച്ച ഏക വ്യക്തി പിണറായി വിജയൻ. പക്ഷേ ആ തെരഞ്ഞെടുപ്പിലും സ്വന്തം നിലയിൽ വിജയിക്കാനുള്ള കെൽപ്പ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. കാരണം 2006-ൽ നമുക്കറിയാം മലമ്പുഴയിൽ VS മത്സരിക്കുമ്പോൾ 2006-ൽ പ്രതിപക്ഷ നേതാവായിരുന്ന VS അച്യുതാനന്ദന് സ്ഥാനാർത്ഥിത്വം നിഷേധിച്ച് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരാനായിരുന്നു പിണറായി വിജയൻ ശ്രമിച്ചത്. 2011-ലും അതേ ശ്രമം ആവർത്തിച്ചു. 2011-ൽ VS തുടർഭരണം നേടുന്നത് യഥാർത്ഥത്തിൽ പാർട്ടിക്കകത്ത് നടന്ന ഒരുതരം ഗൂഢാലോചന എന്ന് പറയാവുന്ന പ്രക്രിയയിലൂടെ അതില്ലാതാക്കപ്പെടുകയാണ് ചെയ്തത്. ആ തെരഞ്ഞെടുപ്പിൽ 2011 തെരഞ്ഞെടുപ്പിലും പിണറായി വിജയൻ തിരുവനന്തപുരത്ത് നിന്ന് കാസർകോട്ടേക്കോ തിരിച്ചോ ബ്രേക്ക്ഫാസ്റ്റ് യാത്ര നടത്തുകയും പ്രമുഖരെ കാണുകയും മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്താനുള്ള ആലോചനകൾ നടത്തുകയും ആ തരത്തിലൊരു ഇംപ്രഷൻ കൊടുക്കുകയും ചെയ്തിരുന്നു. 2011-ലും അത് ചെയ്തിരുന്നു. പക്ഷേ 2011-ലും VSന് സീറ്റ് നിഷേധിക്കാൻ കഴിഞ്ഞില്ല. അതൊന്നും ജനകീയമായ പ്രക്ഷോഭമുണ്ടായി. 2016-ലെത്തുമ്പോൾ VSന് സീറ്റ് നിഷേധിച്ചാൽ തനിക്ക് കിട്ടാവുന്ന മുഖ്യമന്ത്രി പദം ജനം എടുത്തു കളയുമെന്ന പേടി കൊണ്ട് VSനെ തന്നെ മുന്നിൽ നിർത്തിയാണ് ആ തെരഞ്ഞെടുപ്പ് നേരിട്ടത്. അന്ന് 140 മണ്ഡലങ്ങളിലും VSനോടൊപ്പമായിരുന്നു സ്ഥാനാർത്ഥികളുടെ ഫോട്ടോ ഉണ്ടായിരുന്നത്. 2011 ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഒരു വാർത്താ സമ്മേളനത്തിൽ വ്യക്തികളുടെ ഫോട്ടോ വെച്ച് പ്രചാരണം നടത്തുന്നത് പാർട്ടിയിലൊരു പുതിയ പ്രവണതയാണ് എന്ന് പറയുകയും VSന് മേലുള്ള വീരാരാധനയെ പാർട്ടിക്കകത്ത് തള്ളിക്കളയുകയും ചെയ്തത് പിണറായി വിജയൻ തന്നെയാണ്. പക്ഷേ 2016-ൽ VSനെ തന്നെ മുൻനിർത്തി അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പ് നേരിടേണ്ടി വന്നു. മുന്നണി ജയിക്കാൻ കാരണമായത് അതായത് ആ വോട്ട് മുഴുവൻ, ജനങ്ങളുടെ വോട്ട് മുഴുവൻ എല്ലാ മണ്ഡലത്തിലെയും സ്ഥാനാർത്ഥി VS ആണ് എന്ന മട്ടിലുള്ള വോട്ടിംഗാണ് നടന്നത്. ഞാൻ പറഞ്ഞത് 2021-ൽ അദ്ദേഹത്തിൻ്റെ ലീഡർഷിപ്പ് ഇല്ല എന്നല്ല. ലീഡർഷിപ്പ് പാർട്ടിക്കകത്തും ഈ 10 വർഷക്കാലം സർക്കാരിനകത്തും പിണറായി വിജയൻ എന്ന നേതാവിൻ്റെ ലീഡർഷിപ്പ് അല്ലെങ്കിൽ ഒരു നേതൃപരമായ മികവ് കേരളം ജനങ്ങളും കണ്ടു, പാർട്ടിയും കണ്ടു. പാർട്ടിയെ വലിയൊരു അപകടാവസ്ഥയിൽ നിന്ന് രക്ഷിച്ചത് പിണറായി വിജയനാണ് എന്ന് അദ്ദേഹത്തിൻ്റെ സ്തുതിപാഠകരായ ആളുകൾ പറയുന്നുണ്ട്. പക്ഷേ ഞാൻ പറയാൻ ശ്രമിക്കുന്നത് CPIMൻ്റെ നയമനുസരിച്ചൊരു മുഖ്യമന്ത്രിയായിരുന്നോ മുഖ്യമന്ത്രിയുടെ നയമനുസരിച്ച് CPIM ആയിരുന്നോ എന്ന തർക്കം അവിടെ അതൊരു പക്ഷേ 1998 മുതൽ എന്ന് പറയുന്നത് ശരിയാണോ എന്ന് എനിക്കറിയില്ല. ഒരു പക്ഷേ 2001-ലെ UDF സർക്കാർ അധികാരമേറ്റതിന് ശേഷമുള്ള ഒരു 1-2 വർഷത്തിനിപ്പുറം ഇങ്ങോട്ട് നോക്കിയാൽ പിണറായി വിജയൻ നിശ്ചയിക്കുന്നതിനനുസരിച്ചുള്ളൊരു പാർട്ടിയും 2016 മുതൽ ഇങ്ങോട്ട് നോക്കിയാൽ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ നിശ്ചയിക്കുന്നതിനനുസരിച്ചുള്ള ഒരു പാർട്ടിയുമായിരുന്നു എന്നുള്ളത് അതിൽ യാതൊരു തർക്കവുമില്ല. പക്ഷേ അവിടെ പോലും VSന്റെ കാലത്ത് പാർട്ടി സെക്രട്ടറി നിശ്ചയിക്കുന്ന സർക്കാർ എന്നുള്ളതായിരുന്നു. അത് CPIMൻ്റെ ഒരു രീതിയായിരുന്നു. അതായത് രീതിയിൽ EMSന്റെ കാലത്തും നായനാരുടെ കാലത്തും എല്ലാം ഈ രണ്ട് നേതൃശക്തികൾ ഉണ്ടാവാറുണ്ട്. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ സർക്കാരും പാർട്ടി സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ പാർട്ടിയും പരസ്പരം കോർഡിനേറ്റ് ചെയ്ത് പരസ്പരം ആലോചിച്ചാണ്. ഇപ്പോൾ നായനാരുടെ കാലത്ത് ജനകീയ ആസൂത്രണം നടപ്പാക്കുന്നത് EMSന്റെ നേതൃത്വത്തിലാണ്. ഇപ്പുറത്ത് അതൊരു കോർഡിനേഷനാണ്. ഇത് പക്ഷേ അങ്ങനെയല്ല സംഭവിച്ചത്. ഇപ്പോൾ 2007-ലാണ് മൂന്നാർ ഓപ്പറേഷൻ നടക്കുന്നത്. VS സർക്കാരിൻ്റെ ഒന്നാം വാർഷികത്തിനടുത്താണ് അത് സംഭവിക്കുന്നത്. പക്ഷേ അതിനെ കട്ടിൽ ചെയ്ത് കളയാണ് ചെയ്തത്. അതായത് സർക്കാരിൻ്റെ എല്ലാ നടപടികളെയും അത് എത്ര ജനകീയമാണെങ്കിലും ഇടതുപക്ഷ നയത്തിന് അനുകൂലമാണെങ്കിലും അതിനെ കട്ടിൽ ചെയ്യുന്ന ഒരു പ്രവണത കൂടി ഉണ്ടായിരുന്നു. അവിടെ ഒരു പ്രശ്നമുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് ഏകപക്ഷീയമായി CPM മാത്രം സ്കട്ടിൽ ചെയ്തതാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് സ്കട്ടിൽ ചെയ്യുന്നതിൽ മറ്റു പാർട്ടികൾ വളരെയധികം പങ്കുവച്ചിട്ടുണ്ട്. CPI ഉദാഹരണം എടുത്തു കഴിഞ്ഞാൽ CPI ആണ് ആ ഓപ്പറേഷനെ ഏറ്റവും മൂന്നാറിലേത് ഏറ്റവും ആദ്യം ആ ഓപ്പറേഷനെ എതിർത്തുകൊണ്ട് രംഗത്ത് വരുന്ന പാർട്ടി എന്ന് പറയുന്നത് CPI ആണ്. അതായത് കോട്ടിട്ട ആളാണെങ്കിലും അതിന് മുകളിലുള്ള ആളാണെങ്കിലും ഇത് നടക്കില്ല എന്ന് ആദ്യം പറയുന്ന പാർട്ടി CPI ആണ്. അപ്പോൾ എന്ന് വെച്ചാൽ അത് ഒരുപക്ഷെ പിണറായി വിജയൻ മാത്രമോ CPMൻ്റെ ഔദ്യോഗിക നേതൃത്വം മാത്രമോ അല്ല ആ ഓപ്പറേഷനെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത്. ഞാൻ പറയാൻ ശ്രമിക്കുന്ന കാര്യം പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോൾ സർക്കാരിനെ നിയന്ത്രിക്കുന്നതിലും മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ പാർട്ടിയെ നിയന്ത്രിക്കുന്നതിലും അദ്ദേഹം വിജയിച്ചു. അതിൽ സംശയമൊന്നുമില്ല. അതിൽ അദ്ദേഹം വിജയിച്ചിട്ടുണ്ട്. അക്കാര്യത്തിൽ ഒരു ജനാധിപത്യത്തിന്റെ സ്പേസ് ഉണ്ടായിരുന്നില്ല എന്നുള്ളത് വസ്തുതയാണ്. 1998-ൽ അദ്ദേഹം പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആകുന്നത് മുതൽ ഈ പരാജയം വരെയുള്ള ഒരു കാലഘട്ടം എടുത്താൽ അദ്ദേഹം എടുക്കുന്ന തീരുമാനങ്ങളോ അല്ലെങ്കിൽ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്ന ആളുകളും എടുക്കുന്ന തീരുമാനമോ മാത്രം CPMലും LDFലും നടപ്പിലാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നുള്ളത് വസ്തുതയാണ്. അതിൽ
മാറ്റം വരുന്നത് ഒരുപക്ഷെ 2006 VSൻ്റെ സ്ഥാനാർത്ഥിത്വം നിഷേധിക്കുന്നതും അതിനെതിരെ പ്രതിഷേധമുയരുമ്പോൾ ആ സ്ഥാനാർത്ഥിത്വം റീഇൻസ്റ്റേറ്റ് ചെയ്യപ്പെടുന്നതും പിന്നീട് 2011 വീണ്ടും അതേപോലെ സ്ഥാനാർത്ഥിത്വം നിഷേധിക്കപ്പെടുന്നൊരു സാഹചര്യത്തിലേക്ക് പോവുകയും എന്നാൽ അത് റീഇൻസ്റ്റേറ്റ് ചെയ്യപ്പെടുകയുമാണ്. ആകെ 2 എന്താ പറയുക അപവാദം എന്ന് പറയാവുന്ന സാഹചര്യം അവിടെ ഉള്ളത്. ഞാൻ പറയുന്നത് ഇതൊക്കെ ആണെങ്കിൽ പോലും ഒരു ലീഡർ എന്നുള്ള നിലയിൽ പിണറായി വിജയനെ നമ്മൾ ഈ പരാജയത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം വിലയിരുത്തിയാൽ മതിയോ? ഒരു ആസ് ആൻ അഡ്മിനിസ്ട്രേറ്റർ, ആസ് എ ലീഡർ, ഒരു പാർട്ടി സംവിധാനത്തെ മുന്നോട്ട് നയിക്കുന്നതിൽ അദ്ദേഹം സെക്രട്ടറി ആയിരുന്ന കാലയളവിൽ അതിൽ എന്ത് വെല്ലുവിളികളുണ്ടായാലും എത്ര ഏകാധിപത്യപരമായി പെരുമാറിയാലും പാർട്ടി എന്നുള്ള സിസ്റ്റത്തെ മുമ്പോട്ട് കൊണ്ടുപോകുന്നതിൽ അദ്ദേഹത്തിനുണ്ടായ മികവ്, അതുപോലെ 2016 മുതൽ 2026 വരെ അല്ലെങ്കിൽ 2016 മുതൽ 2026 10 വർഷം മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിൽ അദ്ദേഹത്തിനുണ്ടായിരുന്ന ഒരു കൈയടക്കം, ഒരുപാട് അപവാദങ്ങളും ഒരുപാട് വിമർശനങ്ങളും ഇപ്പോൾ PV അൻവറൊക്കെ ഉന്നയിച്ച പോലെ ആഭ്യന്തര വകുപ്പ് RSSന് കീഴ്പ്പെട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ള പോലെയുള്ള വലിയ വിമർശനങ്ങൾ അവിടെയുണ്ട്. അതിലൊക്കെ ഒരുപക്ഷെ വാസ്തവങ്ങളുണ്ടാകും. പക്ഷേ ആസ് ആൻ അഡ്മിനിസ്ട്രേറ്റർ അദ്ദേഹത്തിൻ്റെ ഒരു കപ്പാസിറ്റിയെ നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യണം എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ ഇതെല്ലാം ഈ ക്ലോസ് വെച്ച് സംസാരിച്ചാൽ ഒരു അഡ്മിനിസ്ട്രേറ്റർ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ എഫിഷ്യൻസിയെക്കുറിച്ച് ആർക്കും അതിലൊരു അതിപ്പോൾ എതിരാളികൾക്ക് പോലും തർക്കമില്ല. മറുപക്ഷത്തുള്ള ഒരുപാട് രാഷ്ട്രീയ നേതാക്കൾ പിണറായി വിജയൻ്റെ കൃത്യനിഷ്ഠയെക്കുറിച്ച്, സമയനിഷ്ഠയെക്കുറിച്ച്, ഒരു കാര്യം ചെയ്യാൻ അദ്ദേഹം തീരുമാനിച്ചാൽ അത് അന്തിമമായി നടപ്പാവുന്നത് വരെ അക്കാര്യത്തിലുള്ള പെർസീവറൻസിനെ കുറിച്ചൊക്കെ ഭയങ്കരമായി സംസാരിക്കാൻ നമ്മൾ കേട്ടിട്ടുണ്ട്. ഞാൻ പറയാൻ ശ്രമിക്കുന്ന കാര്യം CPIM എന്നൊരു പാർട്ടിയെ ഈ കെടുതിയിൽ കൊണ്ടുപോയി എത്തിക്കുന്നതിൽ ആ സ്വഭാവത്തിനൊരു പങ്കുണ്ട്. ഏറ്റവും ഒടുവിൽ 2021 തെരഞ്ഞെടുപ്പിൻ്റെ സ്ഥാനാർത്ഥി നിർണയ ഘട്ടത്തിൽ അദ്ദേഹം അതുവരെ ആ മന്ത്രിസഭയിലുണ്ടായിരുന്ന ഏറ്റവും ശക്തരായ ആളുകൾക്ക് സീറ്റ് തന്നെ അദ്ദേഹം എന്ന് പറഞ്ഞാൽ CPIM സീറ്റ് തന്നെ നിഷേധിക്കപ്പെടുകയാണ്. ഐസക്കിന് സീറ്റ് നിഷേധിക്കപ്പെട്ടു, G സുധാകരന് സീറ്റില്ല, ശൈലജ ടീച്ചർ മത്സരിച്ചു. ശൈലജ ടീച്ചർ തൊട്ട് മുമ്പിൽ ഉള്ള ഒരു ക്രൈസിസ് ഘട്ടത്തിൽ കൂടെ ഉണ്ടായിരുന്ന ശൈലജ ടീച്ചർക്ക് നേരത്തെ ഉള്ള VSൻ്റെ അനുഭവം വെച്ച് സീറ്റ് നിഷേധിക്കപ്പെടുകയാണെങ്കിൽ ഒരു പബ്ലിക് സെൻറ്റിമെൻറ്റ് പോലും ഉണ്ടാകും എന്നോ അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അത് വോട്ടെടുപ്പിനെ സ്വാധീനിക്കും എന്നോ വിചാരിച്ചത് കൊണ്ടാകണം ശൈലജ ടീച്ചർക്ക് സീറ്റ് കൊടുത്തു. പക്ഷേ ശൈലജ ടീച്ചർ ചരിത്രത്തിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു വന്നിട്ട് പോലും മന്ത്രിസഭയിലേക്ക് പ്രവേശിക്കാൻ അദ്ദേഹം സമ്മതിച്ചില്ല. ഇതെല്ലാം നമ്മളൊരു പോസ്റ്റ്മോർട്ടം ഒരു അനാലിസിസ് നടത്തുമ്പോൾ ഇത് മുഴുവനും ആ പാർട്ടിക്ക് എതിരായി തീർന്നു എന്നാണ്. ഇപ്പോൾ രണ്ടാമതൊരാളാരാണ് എന്ന് ചോദിച്ചാൽ ചൂണ്ടിക്കാണിക്കാനില്ലാത്ത ഒരവസ്ഥയിലേക്ക് പാർട്ടിയെ കൊണ്ടുപോയി എത്തിക്കുന്നതിൽ പിണറായി വിജയൻ ഒറ്റക്ക് ഒരു വലിയ പങ്ക് വഹിച്ചു. ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ പിണറായി വിജയൻ CPIMനെ സംബന്ധിച്ചിടത്തോളം ഒരു രാഷ്ട്രീയ ദുരന്തമായി തീരുകയാണ് ചെയ്തത്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയത്തിലുണ്ടായ ഇടപെടൽ ഇതിലൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു കൈമുദ്ര അവിടെയുണ്ട്. ആ നിലയ്ക്ക് ഈ തെരഞ്ഞെടുപ്പിൻ്റെ തോൽവിയുടെ ഉത്തരവാദിത്തം പിണറായി വിജയൻ ഈ തെരഞ്ഞെടുപ്പിൻ്റെ എന്നാണോ അത് പറയേണ്ടത്, CPIM എത്തിപ്പെട്ടിരിക്കുന്ന ഈ ഒരു അവസ്ഥയുടെ ഉത്തരവാദിത്വം എന്നാണോ പറയേണ്ടത്? CPIM എത്തിപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയുടെ ഉത്തരവാദിത്വം എന്ന് തന്നെ നമുക്ക് പറയാൻ വേണമെങ്കിൽ. പക്ഷേ ആ അവസ്ഥ എന്ന് പറയുന്നത് അത് അപരിഹാര്യമല്ലാത്തതാണ് എന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ ഇത് പരിഹരിക്കാൻ കഴിയാത്ത ക്രൈസിസ് ആണ് എന്ന് പറയുന്നവർ മുന്നോട്ട് വെക്കുന്ന ഒരു വാദം ഘടനാപരമായി CPIM എന്ന സംഘടനയിൽ നേതൃത്വത്തിൽ ആരെങ്കിലും മാറിയത് കൊണ്ട് തിരുത്താനാവാത്ത ഒരു സ്ട്രക്ചറിലാണ് അതുള്ളത്. അതിനി തിരുത്തുക സാധ്യമല്ല, ഇതൊരു ഡീക്കയുടെ തുടക്കമാണ് എന്ന് അങ്ങനെ CPIM തകരാൻ പോവുകയാണ് എന്ന് പറയുന്ന ആളുകൾ വാദിക്കുന്നുണ്ട്. രാജീവിന് അതങ്ങനെ തോന്നുന്നുണ്ടോ? അല്ല, അങ്ങനെ തോന്നുന്നതിൻ്റെ ഒരു കാരണം നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ്. കാരണം 1998 മുതൽ 2006 ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വരുന്നവരെയുള്ള ഘട്ടത്തിൽ ആ പാർട്ടി സംവിധാനത്തെയും സർക്കാരിനെയും മുന്നണി അധികാരത്തിലെത്തിയപ്പോഴൊക്കെ സർക്കാരിനെയും നിയന്ത്രിച്ച ഒരു വ്യക്തി, ആ വ്യക്തിയുടെ ഒരു വാക്വം, ആ വ്യക്തി അവശേഷിപ്പിച്ചു പോകുന്ന ഒരു വാക്വം അവിടെയാണ്. അത് ഫില്ല് ചെയ്യാൻ പാകത്തിൽ ആര് എന്നുള്ളൊരു ക്വസ്റ്റ്യനുണ്ട്, അതിനെന്ത് ഡയറക്ഷൻ എന്നുള്ളൊരു ക്വസ്റ്റ്യനുണ്ട്. ആ ഡയറക്ഷനെ കൃത്യമായി ഡിഫൈൻ ചെയ്യാൻ പാകത്തിൽ വരുന്ന ഇപ്പോൾ എന്തായാലും UDF സർക്കാർ അധികാരത്തിൽ വരും. UDF സർക്കാർ അധികാരത്തിൽ വരുന്ന കാലഘട്ടത്തിൽ ഏത് വിധത്തിലാണ് ഈ പാർട്ടി സംവിധാനം മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചൊരു കൃത്യമായ ദിശാബോധം നൽകുന്ന വിധത്തിലുള്ളൊരു ലീഡർഷിപ്പ് അവിടെ ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ മാത്രമാണ് തർക്കം. അതുണ്ടാവുകയാണെങ്കിൽ
ഈ പറയുന്ന വലിയ തോതിലുള്ള DK ഉണ്ടാവും എന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ അതുണ്ടാവണമെങ്കിൽ ഇപ്പോൾ തീരുമാനമെടുക്കേണ്ടത് സത്യം പറഞ്ഞാൽ പിണറായി വിജയനാണ് എന്നെനിക്ക് തോന്നുന്നു. കാരണം വെച്ചാൽ ഇത്രയും കാലം പിന്തുടർന്നു വന്നിരുന്ന രീതി മാറ്റിക്കൊണ്ട് ഈ പാർട്ടി സംവിധാനത്തിലേക്ക് പണ്ട് MN വിജയ മാഷ് പറഞ്ഞ പോലെ കാറ്റും വെളിച്ചവും കടന്നു വരാൻ പാകത്തിനുള്ള ഒരു വാതായനം തുറന്നിടുക എന്ന് പറയുന്നൊരു പണിയുണ്ടല്ലോ, അതിന് അവസരമൊരുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ പിണറായി വിജയൻ എന്ന് പറയുന്ന പാർട്ടി ഘടനയിൽ നിന്ന്, പാർട്ടിയുടെ സംഘടനയിൽ നിന്ന് തന്നെ, അതിൻ്റെ നേതൃത്വത്തിൽ നിന്ന് തന്നെ അത് വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയും. അല്ല, അത് വരാതിരിക്കാൻ പറ്റില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അതോ പിന്നെ പയ്യന്നൂരിലെ സ്ഥാനാർത്ഥി പറഞ്ഞ പോലെ പിന്നെ അണികൾ നേതൃത്വത്തെ തിരുത്തുക, അണികൾ നേതൃത്വത്തെ തിരുത്തുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ അണികൾ നേതൃത്വത്തെ തിരുത്തുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തളിപ്പറമ്പിലോ പയ്യന്നൂരിലോ CPM-നെതിരെ മത്സരിക്കുന്ന ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥി ജയിക്കും എന്ന് നമ്മൾ ഇതുവരെ പ്രതീക്ഷിച്ചിരുന്നില്ല. അത് നടക്കുന്നുവെങ്കിൽ അണികൾ കൃത്യമായൊരു സന്ദേശം പാർട്ടി നേതൃത്വത്തിന് കൊടുക്കുന്നു എന്നുള്ളതിന് തന്നെ അതിൻ്റെ അർത്ഥം. ആ സന്ദേശം കൃത്യമായി മനസ്സിലാക്കുകയാണെങ്കിൽ ലീഡർഷിപ്പിൽ നിന്ന് മാറി നിൽക്കുക എന്ന് പറയുന്ന ഉത്തരവാദിത്വം പിണറായി വിജയൻ നിർദ്ദേശിക്കപ്പെട്ടതിനെ തുടർന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി പദവിയിലേക്ക് എത്തിയ MV ഗോവിന്ദൻ മാഷ്ക്കുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ ലീഡർഷിപ്പ് മാറി നിന്നുകൊണ്ട് പുതിയൊരു ലീഡർഷിപ്പിന് അവസരമൊരുക്കുക എന്നുള്ളതാണ് ജനങ്ങൾക്ക് കൃത്യമായി കൊടുക്കുക എന്നുള്ളത്. ഞാൻ അതിന് കാണുന്നൊരു ഉദാഹരണം, രണ്ടും തമ്മിൽ ഒരു കമ്പാരിസണും ഇല്ല. കാരണം രണ്ട് സിസ്റ്റമാണ്, രണ്ട് മുന്നണിയാണ്, രണ്ട് സംവിധാനങ്ങളാണ്. എങ്കിൽ പോലും ഇപ്പോൾ 2021 പരാജയത്തിന് ശേഷം കോൺഗ്രസ് ലീഡർഷിപ്പ് എടുത്തൊരു തീരുമാനമുണ്ട്. അതുവരെ ഉണ്ടായിരുന്ന ലീഡർഷിപ്പിനെ മാറ്റിക്കൊണ്ട് KPCC ലീഡർഷിപ്പിലേക്ക് പുതിയൊരാൾ വരുന്നു, പാർലമെൻ്ററി ലീഡർഷിപ്പിലേക്ക് ഓപ്പോസിഷൻ ലീഡർ എന്നുള്ള നിലയിലേക്ക് വേറൊരാൾ വരുന്നു. ഈ ലീഡർഷിപ്പ് ചേഞ്ച് അതൊരുപാട് വൈരുദ്ധ്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരുപാട് തർക്കങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരുപാട് ഗ്രൂപ്പ് ഇക്വേഷൻസിൽ തർക്കങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പോലും പൊടുന്നനെ ജനങ്ങൾക്ക് ഒരു വേറെ നിലയ്ക്കുള്ള ഫീൽ കൊടുത്തു. ഇതാ പുതിയൊരു നേതൃത്വം വരുന്നു, പുതിയ ആളുകൾ വരുന്നു, ഇതിന് മുമ്പോട്ട് പോകാൻ പോവുകയാണെന്നുള്ളൊരു ഫീൽ കൊടുക്കാൻ 2021 പരാജയത്തിന് ശേഷം കോൺഗ്രസ് ലീഡർഷിപ്പിന് സാധിച്ചു. അതിൻ്റെ കൂടെ ഫലമാണ് ഒരുപക്ഷെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന തെരഞ്ഞെടുപ്പ് ഫലം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിന് ആ ഒരു മാതൃക പിന്തുടരാൻ പാകത്തിനുള്ള അവസ്ഥയിലേക്കാണ് CPM ഇപ്പോൾ എത്തിപ്പെട്ടിരിക്കുന്നത്. ഒരു പക്ഷേ 2021 കോൺഗ്രസ് എത്തിപ്പെട്ടതിനേക്കാൾ വളരെ മോശം അവസ്ഥയിലേക്കാണ് ഇപ്പോൾ CPM എത്തിപ്പെട്ടിരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം 2021 കോൺഗ്രസ് പരാജയപ്പെടുമ്പോൾ കോൺഗ്രസ്സിന് പല കാലങ്ങളിലായി കോൺഗ്രസിൻ്റെ വോട്ട് കിട്ടാറില്ല. കോൺഗ്രസ് ഗ്രൂപ്പ് ഇക്വേഷൻസിൻ്റെ ഭാഗമായിട്ട് പല മണ്ഡലങ്ങളിലും പരസ്പരം പാര വെച്ച് അവർ തോൽപ്പിക്കാറുണ്ട്. ഇതൊക്കെ സംഭവിക്കാറുണ്ട്. അതുപോലെയല്ല CPM-നെ സംബന്ധിച്ച് ഇപ്പോഴത്തെ അവസ്ഥ. CPM-നെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട അവരൊരിക്കലും തോൽക്കില്ല എന്ന് അവർ വിചാരിക്കുന്ന തൃക്കരിപ്പൂര്, പയ്യന്നൂർ, തളിപ്പറമ്പ് എന്നുള്ള മണ്ഡലങ്ങളിൽ അവർ തോൽക്കുന്നു. അതോടൊപ്പം മുഖ്യമന്ത്രി തന്നെ മത്സരിക്കുന്ന ധർമ്മടം മണ്ഡലത്തിൽ മുഖ്യമന്ത്രിയുടെ ലീഡ് വലിയ തോതിൽ കുറയുന്നു. വോട്ടെണ്ണലിൻ്റെ തുടക്കഘട്ടത്തിൽ 6 റൗണ്ട് വരെ മുഖ്യമന്ത്രി പിന്നിൽ നിൽക്കുന്നു. ഇതൊരു വലിയ ചലഞ്ചാണ്. കോൺഗ്രസ് 2021 നേരിട്ടതിനേക്കാൾ വലിയ ചലഞ്ചാണ് സത്യം പറഞ്ഞാൽ ഇപ്പോൾ CPM നേരിടുന്നത്. അതുകൊണ്ട് ആ ചലഞ്ച് മനസ്സിലാക്കിക്കൊണ്ടുള്ള തീരുമാനങ്ങളിലേക്ക് അതിൻ്റെ നേതൃത്വം എത്തുക എന്നുള്ളതാണ് ഏറ്റവും സീക്വൻസ് ഉണ്ട്. ബംഗാളിൽ ആദ്യം പോയി, ത്രിപുരയിൽ പോയി, അവിടെയൊന്നും തിരിച്ചു വരാൻ കഴിയുന്നില്ല. കേരളത്തിലും ഇല്ല, പോയിരിക്കുന്നു. ഈ ക്യാമ്പയിൻ അതോടൊപ്പം തന്നെ BJPക്ക് ഒരു രാഷ്ട്രീയ പ്രസൻസ് ഉള്ള അന്തരീക്ഷം എമർജ് ചെയ്ത്. ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ബംഗാളും ത്രിപുരയും കേരളവും ഒരേപോലെ നമ്മൾ കണക്കാക്കേണ്ടതില്ല എന്ന് വെച്ചാൽ, ഇപ്പോൾ ബംഗാളിൽ CPM അധികാരത്തിന് പോയതിൻ്റെ തൊട്ടുപിറകെ നമ്മൾ കാണുന്നത് തൃണമൂൽ വലിയ മെജോറിറ്റിയുടെ അധികാരത്തിൽ വരുന്നു. തൃണമൂൽ കോൺഗ്രസിലേക്ക് CPM-ൻ്റെ അണികൾ മുഴുവൻ കൂട്ടത്തോടെ ചേരി മാറുന്നു. പിന്നീട് CPM-മായി അവശേഷിച്ച ആളുകൾക്ക് നേരെ വലിയ ആക്രമണം അഴിച്ചുവിടുന്ന കാഴ്ച നമ്മൾ ബംഗാളിൽ കണ്ടു. ഇത് തന്നെയാണ് ത്രിപുരയിൽ നമ്മൾ കാണുന്നത്. ത്രിപുരയിൽ BJP അധികാരത്തിൽ വന്നതിന് തൊട്ടുപിറകെ എതിർപക്ഷത്ത് നിൽക്കുന്ന ആളുകളെ മുഴുവൻ കൂട്ടത്തോടെ ആക്രമിക്കുന്ന ഒരു സാഹചര്യമല്ല കേരളത്തിലുള്ളത്. മാത്രമല്ല ഇപ്പോഴും സംഘടനാ സംവിധാനം, അത് ബംഗാളിൽ ഉണ്ടായിരുന്ന സംഘടനാ സംവിധാനമോ ത്രിപുരയിൽ ഉണ്ടായിരുന്ന സംഘടനാ സംവിധാനമല്ല ഇപ്പോഴും CPM-ന് കേരളത്തിലുള്ളത്. കാര്യത്തിലും അത് അങ്ങനെ തന്നെയാണ്. പിന്തുണ എന്ന് പറയുമ്പോൾ 102 സീറ്റിൽ പരാജയപ്പെട്ടു പോയി എന്ന് പറയുമ്പോഴും വോട്ട് ഷെയറിൽ 3-4% അതായത് കഴിഞ്ഞ തവണത്തെ ലോവസ്റ്റ് ഇതിനേക്കാൾ 2% കുറവ് മാത്രമാണുള്ളത് എന്നാണ് എനിക്ക്. അതെ, 2-3% കുറവ് മാത്രമേ ഇപ്പോഴും ഉള്ളൂ. അതിലും പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത് സംഘടനാ സംവിധാനം എന്നുള്ളത് ഇപ്പോഴും ബംഗാളിനെ സംബന്ധിച്ച് വളരെയധികം മെച്ചപ്പെട്ട് കേരളത്തിലുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല ബംഗാളിനെ അപേക്ഷിച്ച് കേരളത്തിൽ ഇപ്പോഴും പ്രാദേശിക ഘടകങ്ങളുടെ ബന്ധം, ജനങ്ങളുമായിട്ടുള്ള ബന്ധം ബംഗാളിലുള്ളത്ര നഷ്ടപ്പെട്ടു പോയിട്ടില്ല. ബംഗാളിലുള്ളതുപോലെ ഇതൊരു 10 വർഷത്തെ തുടർഭരണത്തിൻ്റെ തുടർച്ചയിൽ ഏതാണ്ടൊരു മെക്കാനിക്കൽ സംവിധാനമായി മാറിയിട്ടുണ്ട് പാർട്ടി സംഘടനാ സംവിധാനം എന്നുള്ളത് വസ്തുതയാണ്. പക്ഷേ എങ്കിൽ പോലും അത് ബംഗാളിലുള്ളത്രയും മോശമായിട്ടില്ല. അത് മാത്രമല്ല ബംഗാളിൽ ഭരണം നടത്തിയ കാലത്തല്ല
കേരളത്തിൽ CPM തുടർച്ചയായ ഭരണം കുറച്ചുകൂടി വിശാലമായി ഇതിനെ കാണാനും G. സുധാകരനെയും TK ഗോവിന്ദനെയും കുഞ്ഞികൃഷ്ണനെയും ഒക്കെ ഈ പശ്ചാത്തലം ഈ സാഹചര്യം മനസ്സിലാക്കുന്ന വിസിൽ ബ്ലോവേഴ്സായി കാണാനും CPIM തയ്യാറാകും എന്ന് കരുതുന്നു. ഒരു കാരണവശാലും വിശാലമായി ഇതിനെ കാണാൻ ഞാൻ അങ്ങനെ കരുതുന്നില്ല. ഈ 3 പേരെയും TK ഗോവിന്ദനെയോ കുഞ്ഞികൃഷ്ണനെയോ G. സുധാകരനെയോ അതിൽ ഈ നമ്മൾ ഈ പാർട്ടിയിലെ വലിപ്പം പരിഗണിച്ചാൽ G. സുധാകരനാണ് ഏറ്റവും വലിയ നേതാവ്. ഒരുപക്ഷെ ഇപ്പോൾ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന MA ബേബിയേക്കാൾ സീനിയറാണ് CPM-ൽ ഒരുപക്ഷെ G. സുധാകരൻ. ഇവരെ 3 പേരെയും ഉൾക്കൊള്ളും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇവർക്ക് പിന്നിൽ പാർട്ടിക്കകത്ത് നിന്ന് ആരൊക്കെ പ്രവർത്തിച്ചു എന്നുള്ളത് സംബന്ധിച്ചുള്ള അന്വേഷണം ഒരുപക്ഷെ ഇനി CPM നടത്തിയേക്കും. അതിനെ തുടർന്നുണ്ടായ നടപടികളുണ്ടാകും. അതുണ്ടാക്കുന്ന ഡാമേജ് ഉണ്ടാകും CPM-ന്. ഒരു സംശയവും അക്കാര്യത്തിലില്ല. ആ ഡാമേജ് ഒരുപക്ഷെ നമ്മൾ വിചാരിക്കുന്ന പോലെ ചെറിയ ഡാമേജ് ആയിക്കൊള്ളണം എന്നില്ല. ഇപ്പോൾ നിലനിൽക്കുന്ന നേതൃത്വം അവരെടുത്ത തീരുമാനങ്ങളെ ഡിഫെൻഡ് ചെയ്യാനായിരിക്കും ശ്രമിക്കുക എന്നുള്ളൊരു വസ്തുത അവിടെയുണ്ട്. ഏറ്റവും പ്രധാനം കണ്ണൂർ ജില്ലാ കമ്മിറ്റിയാണ്. കാരണം കണ്ണൂർ ജില്ലാ കമ്മിറ്റിയാണ് ഏറ്റവും വലിയ തീരുമാനങ്ങൾ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടും അതിന് മുമ്പും എടുത്തത്. PK ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വം, TK ഗോവിന്ദൻ ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്ന് ഇറങ്ങിപ്പോക്ക്, അതുപോലെ V. കുഞ്ഞികൃഷ്ണനെതിരായ നടപടി, ആ V. കുഞ്ഞികൃഷ്ണൻ ഉന്നയിച്ച ആരോപണങ്ങൾ വിശദീകരിക്കാൻ നടത്തിയ വാർത്താ സമ്മേളനങ്ങൾ, ഇങ്ങനെ തുടങ്ങി കണ്ണൂർ ജില്ലാ കമ്മിറ്റിയാണ് ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളിൽ ജനങ്ങളോട് സംസാരിക്കാൻ ശ്രമിച്ചത്. ആ കമ്മിറ്റി ഒരിക്കലും അവരെടുത്ത തീരുമാനങ്ങളെ തള്ളിപ്പറയും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അല്ലെങ്കിൽ പാർട്ടിയുടെ ഉയർന്ന നേതൃത്വം, അതായത് പിണറായി വിജയനും ഒരുപക്ഷെ പിണറായി വിജയൻ മാത്രം, അദ്ദേഹം തന്നെ തീരുമാനിക്കണം ഇതുവരെ എടുത്ത തീരുമാനങ്ങളിൽ പുനഃപരിശോധന ആവശ്യമാണ് എന്ന്. അതൊരിക്കലും സംഭവിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം 1998 മുതൽ 2026 വരെയുള്ള പിണറായി വിജയൻ എന്ന് പറയുന്ന നേതാവിൻ്റെ, അദ്ദേഹത്തിൻ്റെ നേതാവ് എന്നുള്ള നിലയ്ക്കുള്ള സവിശേഷമായ ഗുണങ്ങൾ, അഡ്മിനിസ്ട്രേറ്റീവ് കപ്പാസിറ്റി, അദ്ദേഹം കേരളത്തിന് കഴിഞ്ഞ 10 വർഷം ലീഡ് ചെയ്ത രീതി, ഇതിനെയൊക്കെ അംഗീകരിച്ചുകൊണ്ട് ഞാൻ പറയട്ടെ, അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങളിൽ നിന്ന് അദ്ദേഹം ഇതുവരെ പുറകോട്ട് പോയ ചരിത്രം നമ്മുടെ മുമ്പിലില്ല ഒരു കാരണവശാലും. കാരണം നമുക്കൊരു ഒറ്റ ഉദാഹരണം കൂടെ പറയാം. കാരണം മുഖ്യമന്ത്രിയായിരുന്ന VS അച്യുതാനന്ദൻ പരസ്യമായൊരു വിമർശനം നടത്തിയതിൻ്റെ തൊട്ടുപിറകെ വാർത്താ സമ്മേളനം നടത്തി VS അച്യുതാനന്ദന് കൃത്യമായ മറുപടി കൊടുത്ത പിണറായി വിജയനെ, സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയനെ നമുക്കറിയാം. അതിൻ്റെ തൊട്ടുപിറകെ പ്രകാശ് കാരാട്ട് വാർത്താ സമ്മേളനം നടത്തി കോമ്രേഡ് VS അച്യുതാനന്ദൻ ആൻഡ് കോമ്രേഡ് പിണറായി വിജയൻ ഹാസ് ബീൻ സസ്പെൻഡഡ് ഫ്രം ദ പോളിറ്റ് ബ്യൂറോ എന്ന് പറഞ്ഞതും നമുക്കറിയാം. അതായത് ആ ലെവലിൽ നടപടി എടുക്കുന്ന ഘട്ടം വന്നാൽ പോലും താൻ വിചാരിച്ച, താൻ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് ഒരടി പോലും പിന്നോട്ട് പോകാത്ത പിണറായിയെ മാത്രമേ നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് ഈ 3 പേരുടെ കാര്യത്തിലും എന്തെങ്കിലും ഒരു പുനർവിചിന്തനമോ എന്തെങ്കിലും ഒരു നിലപാട് മാറ്റമോ ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിച്ചുകൂടാ. തുടർ നടപടികൾക്കുള്ള സാധ്യത CPM-ൽ നമ്മൾ പ്രതീക്ഷിക്കണം. ഇതിനെയൊക്കെ മറികടന്ന് വേണം ഒരുപക്ഷെ CPM അവരുടെ പഴയകാല ജനപിന്തുണയോ തിരുത്തൽ പ്രക്രിയ എന്ന് പറഞ്ഞുകൂടാ, ജനങ്ങളുമായിട്ട് കൂടുതൽ സംവദിക്കാനും ജനങ്ങളോട് സംസാരിക്കാനും ഒക്കെ ശ്രമിക്കണമെങ്കിൽ ഇതൊക്കെ കഴിയേണ്ടി വരും. പാർട്ടിക്കുള്ളിലെ നടപടികൾ, പാർട്ടിക്കുള്ളിലെ തിരുത്തൽ പ്രക്രിയ എന്ന ഔദ്യോഗിക വിഭാഗം പറയുന്ന തിരുത്തൽ പ്രക്രിയ, അത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ എന്തെങ്കിലും സംഭവിക്കൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അവിടെയൊക്കെ ഈ പ്രായത്തിലും ഈ പരാജയത്തിൻ്റെ നടുവിലും പിണറായി വിജയൻ എടുക്കുന്ന നിലപാടുകൾ വളരെ പ്രധാനമായിരിക്കും എന്നും ഞാൻ വിചാരിക്കുന്നു. അദ്ദേഹം ഒരുപക്ഷെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തുണ്ടാവില്ല, പോളിറ്റ് ബ്യൂറോ അംഗം എന്നുള്ള നിലയിൽ മാത്രമായിരിക്കും അദ്ദേഹം ഉണ്ടാവുക. ഒരു പക്ഷേ പൊതുവേദികളിൽ അദ്ദേഹം വലിയ തോതിൽ പ്രത്യക്ഷപ്പെട്ടു എന്ന് വരില്ല. മാധ്യമങ്ങളോട് വലിയ തോതിൽ, അത് മുൻകാലത്തുമില്ല, മാധ്യമങ്ങളോട് വലിയ തോതിൽ സംവദിച്ചു എന്ന് വരില്ല. പക്ഷേ എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങൾക്ക് ഇപ്പോഴും പ്രസക്തി ഉണ്ടാവും CPM-ൽ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ബഷീറിന് എന്താ തോന്നുന്നത്? അങ്ങനെ തന്നെ ആവും എന്നല്ലേ പ്രതീക്ഷിക്കുന്നത്? അങ്ങനെ അല്ല, പിണറായി വിജയൻ്റെ ഒരു വ്യക്തിഗതമായ പ്രകൃതം വെച്ച് അതങ്ങനെയാവും. പക്ഷേ CPIM എന്ന പാർട്ടിക്ക് ആ സ്വഭാവത്തെ മറികടന്ന് മുന്നോട്ട് പോകുക അല്ലാതെ മറ്റൊരു വഴിയുമില്ല എന്ന സാഹചര്യം വന്നുവിട്ടു. ആ സാഹചര്യം വന്നുകൊണ്ട്, പക്ഷെ നമ്മളൊന്ന് ആലോചിച്ചു, അദ്ദേഹത്തെ മറികടന്ന് പോവുക എന്നതല്ലാതെ അദ്ദേഹത്തെ മുൻനിർത്തി പോവുക, ആ പ്രകൃതത്തിന് വിജയം മീൻസ് പാർട്ടിയെ തിരിച്ചു പിടിക്കാൻ പറ്റും എന്ന സാഹചര്യം ഇനി ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. അല്ല, അത് മറികടന്ന് പോകണമെങ്കിൽ നമ്മളുടെ മുമ്പിൽ ആര് എന്നുള്ളൊരു ക്വസ്റ്റ്യനുണ്ട്. അപകടകരമായൊരു കാര്യമായി തോന്നുന്നത് 30 വർഷത്തെ പിണറായി വിജയൻ്റെ ഈ വാഴ്ചക്കിടയിൽ CPIM-ലെ ഒരു മിഡ് ലെവൽ മുതൽ ഉള്ള മേലോട്ടുള്ള സകല, അല്ലെങ്കിൽ ഒരു മിക്കവാറും നേതാക്കന്മാർക്ക് അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജും
അദ്ദേഹത്തിൻ്റെ സ്വഭാവവും കൈവന്നിരിക്കുന്നു എന്നതാണ്. അതെ, അത് തിരുത്തുക സാധ്യമാണോ? അതാണ് ഞാൻ പറഞ്ഞത്. ആ ഭാഷ കൈവന്നിരിക്കുന്നു, ആ സ്വഭാവം, ഒരു ശരീരഭാഷ കൈവന്നിരിക്കുന്നു, സംസാര ഭാഷ കൈവന്നിരിക്കുന്നു. ഏതാണ്ട് ആ ലൈനിനൊപ്പിച്ച് സംസാരിക്കുന്ന രീതിയിലാണ് അവരെല്ലാവരും പ്രതികരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇതിനെ മാറ്റി വേറൊരു നിലയ്ക്ക് സംസാരിക്കാൻ പാകത്തിന് ആരുണ്ട് നമ്മുടെ മുമ്പിൽ ഇപ്പോൾ CPM ലീഡർഷിപ്പിൽ എന്നുള്ളതൊരു ക്വസ്റ്റ്യനാണ്. ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് തോമസ് ഐസക്കിനെ കുറിച്ച് പറയാം. ഒരു പക്ഷേ തോമസ് ഐസക്ക് ഇതിൽ നിന്ന് ഭിന്നമായൊരു ഭാഷയിൽ സംസാരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ അതിനപ്പുറം എത്ര ആളുകൾ നമ്മളുടെ മുമ്പിലുണ്ട്. ഇപ്പോൾ MA ബേബിയുടെ കാര്യം പറഞ്ഞു. MA ബേബി പോലും അത് വളരെ മൈൽഡായിട്ടാണ് നമ്മളോട് സംസാരിക്കുമ്പോൾ പറയുന്നത്. അതിനപ്പുറത്തേക്ക് കുറച്ചുകൂടെ ഡിസിസീവായി അതിനെക്കുറിച്ച് പറയാൻ CPMൻ്റെ ജനറൽ സെക്രട്ടറി പോലും ആ ഘട്ടത്തിൽ സാധിച്ചിരുന്നില്ല. യഥാർത്ഥത്തിൽ ഇപ്പോൾ AK ആൻ്റണി, ഉമ്മൻചാണ്ടി തുടങ്ങിയ ആ തലമുറ മാറി അതിനുശേഷം വന്ന ആളുകളെ പോലും മറികടന്ന് VD സതീശനെ പോലുള്ള ആളുകൾ മേജ് ചെയ്ത് കോൺഗ്രസ്സിൽ വരുന്നത് നമ്മൾ കാണുന്നു. വളരെ നിഷ്പ്രയാസം അത് സാധിക്കുന്നു. ഒരു സംഭവബഹുലമല്ലാതെ അതങ്ങ് പുതിയ ട്രാൻസിഷൻ നടക്കുകയാണ്. അങ്ങനെ ഒരു സാഹചര്യം CPIMൽ ഉണ്ടാകുന്നില്ല. അല്ല, ഇപ്പോൾ തൽക്കാലം ഉണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. മിനിമം ഒരു പക്ഷേ അടുത്ത പാർട്ടിയുടെ സംസ്ഥാന ഒരുപാട് നേതാക്കന്മാർ താഴെത്തട്ടിലുണ്ട്. CPIMന് വളരെ പ്രോമിസിംഗ് ആയ യുവ നേതാക്കന്മാർ നിലവിൽ ആ പാർട്ടിക്കകത്തുണ്ട്. അവർക്ക് പക്ഷേ വിസിബിലിറ്റി ഇല്ല. പാർട്ടിക്കകത്ത് ഇവരാകും നേതാവ് എന്ന് സങ്കല്പിക്കാൻ പോലും പറ്റാത്തത്രയും താഴെ കിടക്കുകയാണ് അവർ. ഈ ഒരു നിഴലിൽ പെട്ടുപോയി എന്ന അവസ്ഥ യഥാർത്ഥത്തിൽ CPMലെ മിക്കവാറും നേതാക്കന്മാർക്കുണ്ട്. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ നേതൃത്വത്തിലിരിക്കുന്ന ആളുകൾ വളരെ ഡെലിബറേറ്റ് ആയൊരു ഡിസിഷൻ എടുക്കാത്തിടത്തോളം കാലം ഇത് ഞങ്ങളുടെ കാലം അവസാനിച്ചിരിക്കുന്നു, ഞങ്ങളുടെ കാലത്ത് സംഭവിച്ച കാര്യങ്ങൾക്ക് ഇനി തിരുത്തുകൾ ആവശ്യമാണ് എന്ന് അവർ തിരിച്ചറിയാത്രത്തോളം കാലം ഈ പറയുന്ന ഒരു ട്രാൻസിഷൻ ഉണ്ടാവും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നതിൽ അർത്ഥമില്ല. ആ ട്രാൻസിഷൻ ഉണ്ടാവണമെങ്കിൽ നേതൃത്വത്തിലിരിക്കുന്നവർ തീരുമാനമെടുക്കണം. കോൺഗ്രസിനെ സംബന്ധിച്ച് അതങ്ങനെയല്ല. കോൺഗ്രസിനെ സംബന്ധിച്ച് നേതൃത്വത്തിലിരിക്കുന്നവർ തീരുമാനമെടുത്താലും ഇല്ലെങ്കിലും ആ ട്രാൻസിഷൻ അങ്ങ് നടന്നു പോകും. ഒരു ഫോഴ്സ് വരാനുണ്ട്. അതുമാത്രമല്ല, അത് സ്വാഭാവികമായൊരു പ്രക്രിയ പോലെ ആ ട്രാൻസിഷൻ അങ്ങ് നടന്നു പോകും. ഇതങ്ങനെയല്ല. ഇത് ഡെലിബറേറ്റായ ചില തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രം നടന്നു പോകുന്ന ഒരു സംഗതിയാണ്. അവിടെ നമ്മൾ മുഖ്യമന്ത്രി പിണറായി വിജയനുമായിട്ട് ഇൻ്റർവ്യൂ നടത്തുമ്പോൾ ഒരു കാര്യം ചോദിച്ചിരുന്നു, കോടിയേരി ബാലകൃഷ്ണനെ കുറിച്ച് ചോദിച്ചിരുന്നു. ഒരു പക്ഷേ ഈ കോടിയേരി ബാലകൃഷ്ണൻ്റെ വിയോഗം ഉണ്ടാക്കിയിട്ടൊരു വാക്വം, അത് സത്യം പറഞ്ഞാൽ CPMനെ സംബന്ധിച്ച് കോടിയേരിയുടെ മകൻ അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടുണ്ട്. അങ്ങനെ ഒരു പോസ്റ്റ് പിണറായിയെ പോലുള്ള മുഖ്യമന്ത്രി വേറെയും അങ്ങനെ ആ മട്ടിൽ പിണറായി വേറെയും ഉണ്ടാകാം, പക്ഷേ കോടിയേരിയെ പോലെ ഒരാളുണ്ട് ആ മട്ടിലോ മറ്റോ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നു. അതെ, ആ വാക്വം വളരെ വളരെ ഡിസിസീവ് ആയിട്ടുണ്ട് എന്നെനിക്ക് തോന്നുന്നു. ഒരു പക്ഷേ ഈ 2021 മുതൽ 2026 വരെയുള്ള കാലഘട്ടത്തിൽ കോടിയേരിയുടെ ഒരു വിയോഗം CPMനെ സംബന്ധിച്ച് വളരെ ഡിസിസീവായിട്ടുള്ളൊരു വാക്വമാണ് എന്നെനിക്ക് തോന്നുന്നു. ഒരു പക്ഷേ അതൊരു വേറൊരു ലീഡർഷിപ്പ് ചേഞ്ചിലേക്ക് കോടിയേരി ഉണ്ടായിരുന്നെങ്കിൽ നടന്നു പോകുമായിരുന്നൊരു കാര്യം, നടക്കാതെ പോയതിൻ്റെ ഒരു കാര്യം കോടിയേരിയുടെ വിയോഗമായിരിക്കും എന്നെനിക്ക് തോന്നുന്നു. ഇപ്പോൾ ഈ ഘട്ടത്തിൽ എനിക്കിപ്പോഴും തോന്നുന്നത് പിണറായിയോ, അല്ലെങ്കിൽ പിണറായി എന്ന് തന്നെ പറയാം, പിണറായി വിജയൻ ഡിസിസീവായിട്ടുള്ളൊരു സ്റ്റാൻഡ് എടുക്കാത്തിടത്തോളം കാലം ഈ സിസ്റ്റത്തിലൊരു ചേഞ്ച് ഉണ്ടാവുക എന്ന് പറയുന്നത് അത്ര എളുപ്പമായിരിക്കില്ല. കാരണം അതങ്ങനെ തന്നെയാണ്. ഇപ്പോൾ നേരത്തെ ബഷീർ പറഞ്ഞ മാതിരി പിണറായിയുടെ ഭാഷയിൽ, പിണറായിയുടെ സംസാര ഭാഷയിൽ, പിണറായിയുടെ ശരീരഭാഷയിലൊക്കെ സംസാരിക്കുന്നവരായി ബാക്കിയുള്ള ആളുകൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളൊരു പ്രോബ്ലം അവിടെയുണ്ട്. അതിനെ ആദ്യം അഡ്രസ്സ് ചെയ്യേണ്ടത് പിണറായി വിജയൻ തന്നെയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് അത്ര എളുപ്പമായിരിക്കില്ല. ഇനി വേറൊരു കാര്യം, പിണറായി വിജയൻ സംസ്ഥാനത്തിൻ്റെ പ്രതിപക്ഷ നേതാവും എന്ന് ബഷീറിന് അങ്ങനെ നമ്മൾക്കത് സങ്കല്പിക്കാൻ പറ്റാവുകയാണ്. ഇപ്പോൾ 92ാമത്തെ വയസ്സിൽ VS ഇലക്ട് ചെയ്യപ്പെട്ട് സഭയിൽ വന്നിട്ടുണ്ട്. പക്ഷേ അങ്ങനെ ഉത്തരവാദിത്തം എടുക്കേണ്ടി വന്നിട്ടില്ല. ഭരണപരിഷ്കാര കമ്മിറ്റിയുടെ ചെയർമാനായി പോവുകയാണ് ചെയ്തത്. ഈ പ്രായത്തിൽ ഇത്രയും വലിയൊരു അംഗം നടത്തി, ഒറ്റക്കൊരു മത്സരം നടത്തി, അതിൻ്റെ പേരിൽ തന്നെ പരാജയപ്പെട്ടതിന് ശേഷം പിണറായി വിജയനെ പോലൊരാൾ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത്, പ്രത്യേകിച്ചും വളരെ ശുഷ്കമായൊരു പ്രതിപക്ഷത്തിൻ്റെ നേതാവായി, അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ക്യാപ്റ്റൻ എന്ന് വിളിക്കാവുന്ന ആളുകളൊന്നുമില്ലാതെ അദ്ദേഹത്തിൻ്റെ മന്ത്രിമാർ 10-13 പേർ തോറ്റ് അദ്ദേഹം അവിടെ പോയി പ്രതിപക്ഷ നേതാവായി നിൽക്കും എന്ന് നമുക്ക് സങ്കല്പിക്കാൻ പറ്റുകയാണ്. പക്ഷേ രാഷ്ട്രീയത്തിൽ അതിനെല്ലാം പോസിബിലിറ്റി ഉണ്ട്. പക്ഷേ പിണറായി ആ പൊസിഷനിൽ ഞാൻ അങ്ങനെ വിചാരിക്കുന്നില്ല. റൈറ്റ്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. പിണറായി എന്ന് പറയുന്ന നേതാവ് 1998 വൈദ്യുതി മന്ത്രി സ്ഥാനം രാജിവെച്ചിറങ്ങി CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി പദവിയിലേക്കെത്തി, ദീർഘകാലം സംസ്ഥാന സെക്രട്ടറി പദവിയിലിരുന്ന് സംസ്ഥാന സെക്രട്ടറി പദത്തിൽ നിന്ന്
ഒഴിഞ്ഞതിന് ശേഷം വളരെ ചെറിയ കാലം പോളിറ്റ് ബ്യൂറോ അംഗം മാത്രമായി തുടർന്നതിന് ശേഷം 2016 മുഖ്യമന്ത്രി പദവിയിലേക്ക് എത്തി 2026 പരാജയപ്പെട്ട് പുറത്തേക്ക് പോകുന്ന നേതാവ്. അദ്ദേഹം എന്ത് തീരുമാനമായിരിക്കും എടുക്കുക? പാർട്ടിയെക്കുറിച്ച്, മുന്നണിയെക്കുറിച്ച് ഒക്കെ ആ തീരുമാനം വളരെ പ്രധാനപ്പെട്ടതായിരിക്കും എന്ന് തന്നെ നമ്മൾ കരുതണം. ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുന്നു. മറ്റെപ്പിസോഡുമായി വീണ്ടും കാണാം.